നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിൽ ATM തകർത്ത മോഷണ ശ്രമം. മോഷ്ടാവ് തകർക്കാൻ ശ്രമിച്ചത് പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ATM. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. ജീർണത ബാധിച്ച കമ്മ്യൂണിസം സാമൂഹ്യ ദുരന്തമെന്ന് തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരളത്തിലെ CPM നേതാക്കളും പ്രവർത്തകരും ഇന്ന് പണത്തിനു പിറകെ. ചിറ്റൂരിൽ കോൺഗ്രസിന്റെ പദയാത്ര 3-ാം ദിനം പിന്നിട്ടു. മങ്കരയിലെ വാതക ശ്മശാനം തുറന്നു. വർഷങ്ങളായി ശ്മശാനം പൂട്ടിക്കിടന്നത് സാങ്കേതിക കാരണങ്ങളാൽ. വാതക ശ്മശാനം നിർമ്മിച്ചത് അന്തരിച്ച മുൻ MLA KV വിജയദാസ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവഴിച്ച്. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ATM തകർത്ത് മോഷണ ശ്രമം. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ATMന്റെ വാതിൽ തുറന്ന് അകത്ത് കിടന്ന മോഷ്ടാവ് മെഷീൻ തകർക്കാൻ ശ്രമിച്ചു. അലാറം അടിച്ചതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടു. സംഭവത്തിൽ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഒരാളാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാവിനായുള്ള അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. രാത്രി 1 മണിയോടെയാണ് മോഷണ ശ്രമം നടന്നത്. എന്നാൽ ബാങ്ക് അധികൃതർ പോലീസിനെ വിവരമറിയിച്ചത് പുലർച്ചെ 3:30-ക്കാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജീർണത ബാധിച്ച കമ്മ്യൂണിസമാണ് ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തെന്ന് തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരളത്തിലെ CPMന് രാഷ്ട്രീയം ഇന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗമാണെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ നയിക്കുന്ന പദയാത്രയുടെ 3-ാം ദിന സമാപന സമ്മേളനം പുൽപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസ് വള്ളൂർ. സമ്പത്ത് വാരിക്കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിലെ CPM നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ നിലകൊള്ളുന്നതെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. സമരചരിത്രങ്ങളുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കോർപ്പറേറ്റ് ഭീമന്മാർക്കൊപ്പമാണ്. ജീർണിച്ച കമ്മ്യൂണിസം അങ്ങേയറ്റം അപകടമാണെന്നും ജോസ് വള്ളൂർ ചൂണ്ടിക്കാട്ടി. ബ്ലോക്ക് മെമ്പർ അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ A. രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു. മുൻ DCC സെക്രട്ടറി KI അബ്ബാസ്, കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് K. മോഹനൻ, പഞ്ചായത്ത് മെമ്പർമാരായ സക്കീർ ഹുസൈൻ, പ്രേമ, A. രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന മങ്കര പഞ്ചായത്തിലെ വാതക ശ്മശാനം തുറന്നു നൽകി. മുൻ MLA KV വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിച്ചത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ശ്മശാനം പൂട്ടിക്കിടക്കുകയായിരുന്നു. 2016 നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ വാതക ശ്മശാനം കെട്ടിടം പൂർത്തീകരിച്ച് 2019 അന്നത്തെ MLA ഉദ്ഘാടനം നടത്തിയിരുന്നു. ശ്മശാനം പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഒരുങ്ങിയിരുന്നില്ല. തുടർന്ന് വന്ന ഭരണസമിതിയും ശ്മശാനം പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പിന്നീടും കാലതാമസം നേരിട്ടു. തുടർന്ന് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് എല്ലാം മറികടന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭ്യമായത്. മങ്കര കാളിക്കാവ് റോഡിൽ നിന്നും ശ്മശാനത്തിലേക്കുള്ള 1/2 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 15 ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞു. 1-2 ദിവസത്തിനകം വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കും. സമീപ പഞ്ചായത്തുകൾക്കും വാതക ശ്മശാനത്തിൻ്റെ പ്രയോജനം ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു കാലഘട്ടമാണ്. വ്യക്തമായ ഭൂരിപക്ഷം നമുക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഭരണം ഏറ്റെടുക്കേണ്ടി വന്നത്. പക്ഷെ എന്തായാലും ഈ നാട്ടുകാരെ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം അത് തന്നെയായിരുന്നു എന്റെ ബലം. ആ ബലത്തിന്റെ പുറത്ത് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനമായി കൃഷ്ണപ്രസാദ് വാര്യർക്ക് ഇതെല്ലാം നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കിട്ടുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാർഡംഗം പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം ജിത്തു സംസാരിച്ചു. ചടങ്ങിൽ ശ്മശാന നടത്തിപ്പുകാരൻ കൃഷ്ണപ്രസാദ് വാര്യരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ റോഡിൽ നിലയുറപ്പിച്ചത്. രാവിലെ 11:15-ഓടെയാണ് സംഭവം. 3 മാസമായി തളിയിലെ ഒരു പറമ്പിൽ ഈ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇതിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാപ്പാന്മാർ
അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന അനുസരിച്ചില്ല. 1 മണിക്കൂറിന് ശേഷം എലഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തിയാണ് ആനയെ തളച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി ഭാഗത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടുകിട്ടി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന ആളുടെ മൃതശരീരമാണ് കണ്ടുകിട്ടിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ നിന്നാണ് ഞായറാഴ്ച രാവിലെ പാലക്കാട്ട് നിന്നും എത്തിയ സ്കൂബ ടീം സംഘം ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് മൃതദേഹം കിട്ടിയത്. എന്നാൽ ആളെ തിരിച്ചറിയാത്തതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി SI ജലാമുദ്ദീൻ മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. യുവാവിന് 35 വയസ്സ് പ്രായം തോന്നിക്കും. താടിയുള്ള മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഉപയോഗിച്ചു എന്ന് കരുതുന്ന കള്ളിത്തുണിയും തോർത്തുമുണ്ടും കുളിക്കടവിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആളെ തിരിച്ചറിയുന്നവർ 04 884 26 24 01 എന്ന ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ നമ്പറിൽ അറിയിക്കാൻ പോലീസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും അറിയിച്ചു. ഏകദേശം ഒരു 3 മണിയോടുകൂടി 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ വെള്ളത്തിൽപ്പെടുകയും ഉടനെ തന്നെ ബോട്ട് ക്ലബ്ബിലുള്ള നിഷാദ് വിവരമറിഞ്ഞ് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇന്നലെ ഷൊർണൂരിലുള്ള ഫയർഫോഴ്സും എത്തി വൈകുന്നേരം വരെ, രാത്രി വരെ അത് തെരച്ചിൽ നടത്തി. ബോഡി കിട്ടുക ഉണ്ടായില്ല. ഇന്ന് കാലത്ത് പാലക്കാട് നിന്നും ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ സ്ക്വാഡ് എത്തിയാണ് ബോഡി പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ആളെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി മാറ്റാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഭാരതപ്പുഴയിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു നില ബോട്ട് ക്ലബ്ബിലിരുന്ന് മുങ്ങൽ വിദഗ്ധനായ നിഷാദ് വരവൂർ കാണുകയും ഇതിനെ തുടർന്ന് ഇവരെ തോണിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് ഷൊർണൂർ അഗ്നിരക്ഷാ വിഭാഗവും ചെറുതുരുത്തി പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവിനെ തുടർന്ന് വൈകിട്ടോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പള്ളി ഏരിയ കുടുംബമേള നടന്നു. KSSPU ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പള്ളി ഏരിയ കുടുംബമേള ഞായറാഴ്ച ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു. KSSPU പാലക്കാട് ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ മേള ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു കുടുംബമായിരുന്നു കൂട്ടുകുടുംബം. ആ കുടുംബം 1976 അവസാനിച്ച് ഇപ്പം ന്യൂക്ലിയർ ഫാമിലി, അതായത് ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. എത്ര വീടുകളിൽ ഇപ്പോൾ കൂട്ടുകുടുംബങ്ങളുണ്ട്? കൂട്ടുകുടുംബം നിയമം അവസാനിപ്പിച്ച് പോയെങ്കിലും അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങൾ വിരലിലെണ്ണാവുന്ന വീടുകൾ. അത് കണക്കാക്കിക്കൊണ്ടാണ് 1992 രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. യൂണിയൻ കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ നായർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. പരമേശ്വരൻ മാസ്റ്റർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P. ഗോപിനാഥൻ, കുളപ്പള്ളി ഏരിയ സെക്രട്ടറി PM സുരേഷ്, ട്രഷറർ P. സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരുടെ വേദിയായി കുടുംബമേളകൾ മാറണമെന്ന് KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്. KSSPU മണ്ണൂർ യൂണിറ്റ് കുടുംബമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷാമാശ്വാസം നമുക്ക് കിട്ടി. കഴിഞ്ഞ 2 കൊല്ലമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഓരോ കൊല്ലവും 2 DR തരും, ഏപ്രിലും തരും ഒക്ടോബറിലും തരും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ തന്നു, കഴിഞ്ഞ അങ്ങനെ തന്നു, ഏപ്രിൽ ഒക്ടോബർ തന്നു, ഇക്കൊല്ലം ഏപ്രിൽ തന്നു. അപ്പോൾ സ്വാഭാവികം പിന്നെ ഒക്ടോബറിലല്ലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓണത്തിന് ആഘോഷിക്കാൻ പാകത്തിന് സെപ്റ്റംബർ 1-ാം തീയതി ആ DR യൂണിറ്റ് പ്രസിഡന്റ് PN സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന പെൻഷൻകാരായ VP ഉദുമാനെ പൊന്നാടയണിച്ച് ആദരിച്ചു. സ്റ്റേറ്റ് കൗൺസിലർ MC വാസുദേവൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ, സംസ്ഥാന കൗൺസിലർ P. രാജഗോപാലൻ, കാസിം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി NR രവീന്ദ്രൻ സ്വാഗതവും MN ശ്രീദേവി ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
INTUC കോട്ടായി മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും കോട്ടായിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. INTUC കോട്ടായി മണ്ഡലം പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി തോരല്ലൂർ ശശിധരൻ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ, തരൂർ റീജിയണൽ പ്രസിഡന്റ് CK ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി നാരായണൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ NK ശശിധരൻ, അംബിക, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. INTUC വൈസ് പ്രസിഡന്റ് ശിവദാസൻ സ്വാഗതവും തരൂർ റീജിയണൽ വൈസ് പ്രസിഡന്റ് KG മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂരിൽ വൃക്കകൾ തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന യുവാവിന് കോട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ക്ലബിന്റെ സഹായഹസ്തം. ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച തുക ചികിത്സയിൽ കഴിയുന്ന അജയുടെ ബന്ധുവിന് കൈമാറി. ക്ലബ്ബ് സെക്രട്ടറി സുനീർ, മറ്റ് ഭാരവാഹികളായ വാരിസ്, ഫൈസൽ, ഷഫീഖ്, അബ്ദുൾ റഹ്മാൻ, റിയാൻ, ഫവാസ്, ഫാസിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തുക കൈമാറിയത്. മണ്ണൂർ മുളകുപറമ്പ് സ്വദേശിയായ ജയപ്രകാശ് പ്രിയ ദമ്പതികളുടെ മകൻ 26 വയസ്സുള്ള അജയാണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്നത്. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നു. ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഞായറാഴ്ച നാരായണീയ പാരായണ യജ്ഞം സംഘടിപ്പിച്ചത്. ആർ മീന, കെ ഇന്ദിര, VP മാധവിക്കുട്ടി, സതി വേണുഗോപാൽ, ഗീത, രാജി രവി തുടങ്ങിയവരും മറ്റു സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. നേരത്തെ യജ്ഞപരിപാടി നാരായണീയ സമിതി കൺവീനർ PN രാമൻ ഉദ്ഘാടനം ചെയ്തു. C വേണുഗോപാൽ, N മാധവൻ, K രാമേന്ദ്രൻ, വേണുഗോപാൽ, ഗോപാലകൃഷ്ണൻ എന്നിവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച PK സുധാകരൻ മാസ്റ്റർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ ചളവറ HSS 1ാം സ്ഥാനവും വല്ലപ്പുഴ OHSS 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് പ്രൈസും ചടങ്ങിൽ വിതരണം ചെയ്തു. ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 13 ടീമുകളാണ് പങ്കെടുത്തത്. ഷൊർണൂർ സബ് ജില്ലയിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിൽ ATM തകർത്ത മോഷണ ശ്രമം. മോഷ്ടാവ് തകർക്കാൻ ശ്രമിച്ചത് പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ATM. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. ജീർണത ബാധിച്ച കമ്മ്യൂണിസം സാമൂഹ്യ ദുരന്തമെന്ന് തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരളത്തിലെ CPM നേതാക്കളും പ്രവർത്തകരും ഇന്ന് പണത്തിനു പിറകെ. ചിറ്റൂരിൽ കോൺഗ്രസിന്റെ പദയാത്ര 3ാം ദിനം പിന്നിട്ടു. മങ്കരയിലെ വാതക ശ്മശാനം തുറന്നു. വർഷങ്ങളായി ശ്മശാനം പൂട്ടിക്കിടന്നത് സാങ്കേതിക കാരണങ്ങളാൽ. വാതക ശ്മശാനം നിർമ്മിച്ചത് അന്തരിച്ച മുൻ MLA KV വിജയദാസ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവഴിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.